കുവൈത്തിൽ നിന്നും കൊച്ചിയിലെത്തിയ ശേഷം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയെ കാണാതായ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി മകൻ സന്തോൺ ലാമ. ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മൊത്തം പിഴവ് സംഭവിച്ചു എന്നാണ് വിമർശനം. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go? How can that happen? It's not that I don't trust them. It's just that they have shown their lack of responsibility so far. It's called due negligence in English. കൊച്ചി കളമശ്ശേരി HMT പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി കാണുന്നത് എന്നുള്ളത് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന്, കോടതി ഉയർത്തുന്ന ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസും കളമശ്ശേരി മെഡിക്കൽ കോളേജും അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ വിഷ്ണു സുരേഷ്. കെ സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ആണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞു ഒരു അജ്ഞാത മൃതദേഹം HMT പരിസരത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്, അത് സൂരജ് ലാമയുടേതാണെന്ന് സംശയിക്കുന്നു. അതിന്റെ DNA പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനാകൂ എന്നാണ് പോലീസ് നൽകിയ മറുപടി. ഹൈക്കോടതി ഈ വിഷയത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്, പിന്നെ എന്തിനാണ് ശബരിമല പോലുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ പരിശോധന നടത്തിയത്? അവിടെ ഇത്തരത്തിലൊരു ബാരിക്കേഡ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇത്തരത്തിൽ തുറസായ സ്ഥലങ്ങൾ അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. പോലീസിന്റെ ഡ്യൂട്ടി VIP ആളുകളെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ ആശുപത്രിയിലേക്ക് സൂരജ് ലാമയെ എത്തിച്ച ആളുകളും അതോടൊപ്പം തന്നെ അതിനുശേഷം അവിടെ നടന്ന നടപടികളും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ മൃതദേഹം സൂരജ് ലാമയുടേത് ആയിരിക്കല്ലേ എന്നാണ് കോടതി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും DNA പരിശോധനാ ഫലം വന്ന് അത് സൂരജ് ലാമയുടെ ആണെന്ന് സ്ഥിരീകരിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും എന്ന താക്കീത് കൂടി കോടതി നൽകിയിട്ടുണ്ട്. സമഗ്ര റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുക. ടി. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പിതാവിന്റെ തന്നെയാണോ മൃതദേഹം എന്നറിയാൻ പരിശോധന വേണം, വിശദമായ പരിശോധന വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ സൂരജ് ലാമയുടെ മകൻ കൊച്ചിയിലെത്തിയ ശേഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജും പോലീസും ഒക്കെ മറുപടി പറയേണ്ടി വരും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.